ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കാണാം. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ നേരം, അതായത് ഒരു സൗണ്ട് സിസ്റ്റം ഏതായാലും ഒന്ന് വാങ്ങാൻ നേരം പലരോടും എൻക്വയറി നടത്തും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓഡിയോ സിസ്റ്റം വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ ഞാൻ ഏത് വാങ്ങണം? ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കിട്ടുന്ന സാധനങ്ങളിലൊന്ന് സ്പാനിയോ, സെബ്രോണിക്സ്, അങ്ങനത്തെ ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇംബെക്സ്, ഫെനിക്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ പ്രോഡക്റ്റുകൾ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് കാണുന്നത്. എല്ലാം 1 year വാറണ്ടി ഉണ്ട്, നല്ല പെർഫോമൻസ് ആണ് എന്ന് പറയുന്നു. ഡിജിറ്റൽ ഓഡിയോ ആണ്, HDMI, ARC ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, എല്ലാവിധ സെറ്റപ്പും ഉണ്ട്, വയർലെസ് ഉണ്ട്, വയേർഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വാങ്ങണം എന്നുള്ള ഒരു സംശയമാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പലരോടും പറഞ്ഞൊരു ഉത്തരം ഞാനിപ്പോൾ ഈ വീഡിയോ ആക്കി പറയുകയാണ്. പലർക്കും ഒരു ഉപകാരമാവുകയാണെങ്കിൽ ആവട്ടെ എന്ന നിലക്കാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ, അങ്ങനെ ഒരു തെറ്റായിട്ടാണ് എൻ്റെ അഭിപ്രായം എന്ന് തോന്നുമെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ സ്പാനിയോ, സെബ്രോണിക്സ്, സോണി സോണി അതിൽ ഞാൻ പെടുത്തിയതാണ്. കാരണം ഇപ്പോഴത്തെ നിലവാരത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സോണി ഇതെല്ലാം ഒരൊറ്റ സീരീസിൽ പെടുത്താവുന്നതാണ്. കാരണം ആ രീതിയിലാണ് എല്ലാത്തിൻ്റെയും ഒരു ആരോഗ്യനില, ഇതിൻ്റെയൊക്കെ ഒരു ഹെൽത്ത് കിടക്കുന്നത്. 1 year എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ പ്ലാൻഡ് ഒബ്സലസൻസ്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് 1 year കഴിഞ്ഞ് 2ാമത്തെ ദിവസം, 2ാമത്തെ ആഴ്ച, 2ാമത്തെ മാസം അങ്ങനെ അത് അടിച്ചു പോവുക, അതായത് കംപ്ലൈൻ്റ് ആവുക. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോയതുകൊണ്ട് ഞാനത് സോണി അടക്കം അതിലേക്ക് പെടുത്തി എന്നുള്ളൂ. അങ്ങനെയുള്ള ബ്രാൻഡുകളും ഈ പറഞ്ഞ സെബ്രോണിക്സും അത് ഏതായാലും ശരി, നല്ല സൗണ്ടൊക്കെ തന്നെ പ്ലേ ആവും, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കേണ്ട ഒരു താല്പര്യമുള്ള ആളാണ്, നല്ല രീതിയിൽ സിനിമ കാണുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ 2 channel ആയാലും 2.1 ആയാലും സറൗണ്ട് സിസ്റ്റങ്ങളായാലും അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. ഈ വിധം ഇപ്പം മുൻപ് പറഞ്ഞ ബ്രാൻഡുകളെല്ലാം ഒരു വീട്ടിലെ സൗണ്ട് സിസ്റ്റം, ഒരു TV കണക്ട് ചെയ്യാവുന്ന സൗണ്ട് സിസ്റ്റം, അതിൽ വാർത്ത കേൾക്കുക, സീരിയൽ, നോർമലി നമ്മളെ ഓർഡിനറി ടെലികാസ്റ്റിൽ വരുന്ന സിനിമകൾ, ചെറിയ TV പ്രോഗ്രാം, ഇപ്പോൾ പെൻഡ്രൈവിലോ മറ്റൊക്കെയുള്ള പാട്ടുകൾ, അങ്ങനത്തെ നിസ്സാരമായിട്ട്, അതായത് എങ്ങനെ ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ, ഒരു നോർമലി ഒരു വലിയൊരു കോൺസെപ്റ്റ് സൗണ്ടിനെ പറ്റി ഇല്ലാത്ത ഒരാൾക്ക്, അയാൾക്ക് ആ വീട്ടിൽ ഒരു അത്യാവശ്യം ചെറുങ്ങനെ ഒന്ന് പാട്ട് വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ഒരു എൻഹാൻസ് ആവണം എന്ന് തോന്നുന്നവർക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ജസ്റ്റ് എൻ്റെ അഭിപ്രായമാണ്, പൊതുവേ ഉള്ളൊരു അഭിപ്രായം അല്ല. പക്ഷേ പൊതുവെയുള്ള അഭിപ്രായമാണോ അല്ലേന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാമെന്ന്. അപ്പോൾ നല്ല ബ്രാൻഡ്, ഇപ്പോൾ അങ്ങനെ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക്, ഒത്തിരി പൈസ അധികം ചിലവാക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ 1-2 ബ്രാൻഡ് ഞാൻ പറയാം. അപ്പോൾ അതിലേക്ക് എനിക്ക് ആദ്യം പറയാനുള്ളത്, കുറച്ച് പൈസ ചിലവാക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ബ്രാൻഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത് ഫോസി ഓഡിയോ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം, കംപ്ലൈൻ്റ് ആവാത്തൊരു ഡിവൈസ്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനും അത്യാവശ്യം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ വാങ്ങാൻ പറ്റുന്ന ഒരു തരം വിലക്ക് ഈ ഫോസി ഓഡിയോയുടെ ഒരു സ്റ്റീരിയോ അല്ലെങ്കിൽ ആ 2.1 ആകെ കിട്ടും. സ്റ്റീരിയോ മതി, പൊളി സാധനമാണ്. ഒരു റിവ്യൂ ചെയ്യാം എന്ന് വെച്ചാൽ അത് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ അടുത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ ഇടും, ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രോഡക്റ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിത് പോയിട്ട് പല സ്ഥലത്തും പോയിട്ടൊന്ന് പ്ലേ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് അത്ര കൺഫേം ആയിട്ട് പറയുന്നത്. ആ ഒരു വിലക്ക്, ആ റേഞ്ചിന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നാട്ടിൽ ഏത് തരത്തിൽ മുമ്പ് പറഞ്ഞ ബ്രാൻഡ് വാങ്ങിയാലും ഈ ഫോസി ഓഡിയോയുടെ ആ ഒരു ക്വാളിറ്റി കിട്ടില്ല. അത് കൺഫേം ആണ്. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ചെക്ക് ചെയ്യാം. അതിൻ്റെ ശേഷം വരുന്ന ബ്രാൻഡിൽ ഫസ്റ്റ് പറയാനുള്ളത് ഒന്ന് JBL, പാർട്ടി ബോക്സ്, അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റി സൗണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനെക്കാട്ട് കുറച്ച് വില കുറവാണ് JBLന്. ഇപ്പം നല്ലൊരു ഓഡിയോ ഫയൽസ് അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് ബെസ്റ്റ് സാധനങ്ങളിൽ 2ാമത്തെ സ്ഥാനം ഞാൻ കൊടുക്കുന്നത് JBLാണ്. 3ാമത് പറയാനുള്ളത് പിന്നെ ബ്ലോപങ്ക്, ഇവൻറ്റ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വില കൂടിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ബോസൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമോ? എൻ്റെ വീടിൻ്റെ ഈ ചുറ്റുപാടുള്ള ഒരാൾ പോലും ഒരു ബോസിൻ്റെ ഒരു ഡിവൈസ് വാങ്ങില്ല. പക്ഷേ എൻ്റെ പരിചയത്തിൽ, എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഈ എനിക്ക് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരത്തിൽ എത്രയോ വീടുകളിൽ ഫോസി ഓഡിയോ ഡിവൈസ് ഉണ്ട്, ഫോസി ഓഡിയോയുടെ ഓഡിയോ സിസ്റ്റം. അപ്പോൾ അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, ആർക്കും വാങ്ങാവുന്ന നല്ലൊരു പ്രോഡക്റ്റ് ഇപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ വരുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. ഒന്ന് കംപ്ലൈൻറ്റ്, JBLനൊക്കെ കൺഫേം ആണ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഈ ഇന്നും കൂടി എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് JBL കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ മറ്റൊരു ഓപ്ഷൻസ് ഉള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും AVRകൾ സംഘടിപ്പിക്കാം. ഏറ്റവും ബെസ്റ്റ് മുടക്കാൻ തീരുമാനിച്ചാൽ AVRലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതെടുക്കാം എന്നുള്ള ആ മെസ്സേജുകൾ ചോദിക്കുന്നതിന് ഇതാണ് എൻ്റെ ഒരു മറുപടി. അപ്പോൾ അത് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, ലൈക്കിട്ട് അറിയിക്കുക. ഇനി അതല്ല എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതും അറിയിക്കാം, അതൊന്നും പ്രശ്നമേ അല്ല. എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു.
ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലുള്ള ആളുകളിൽ നിന്ന് എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടെത്തുക.